പോട്ടി ട്രെയിനിങ്ങിനെ പറ്റി ഇന്ന് നമുക്ക് സംസാരിച്ചാലോ? എപ്പോഴാണ് പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പോട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ കുട്ടികൾ മനസ്സിലാക്കുമ്പോൾ, ചെറിയ ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾ ഫോളോ ചെയ്തു തുടങ്ങുമ്പോൾ, നനയുമ്പോൾ ഡയപ്പറോ ഇന്നേഴ്സോ വലിച്ചൂരാനായിട്ട് ശ്രമിക്കുമ്പോൾ, പിന്നെ മൂത്രം ഒഴിക്കണം അപ്പിയിടണം എന്നുള്ള ഒരു ഫീലിനെ ബാത്റൂമുമായി അസോസിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ, പോട്ടി ട്രെയിനിങ്ങിന് വേണ്ടി കുട്ടികളെ എങ്ങനെ റെഡിയാക്കും? എല്ലാ പ്രാവശ്യവും ബാത്റൂമിൽ പോയി തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യുക. ഓരോ വട്ടവും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. പോട്ടി അവരെപ്പോഴും കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കുക. പിന്നെ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നും എങ്ങനെയാണ് എന്നുള്ളതും ഒക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക. ഇനി എങ്ങനെ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് നോക്കാം. ആദ്യമായി വീട്ടിൽ ഡയപ്പർ യൂസ് ചെയ്യുന്ന ശീലം കുറച്ചു കൊണ്ടുവരിക. പിന്നെ ബാത്റൂമിൽ തന്നെ പോട്ടി സീറ്റ് കീപ്പ് ചെയ്യുക. ആഹാരം കഴിച്ചതിന് ശേഷം പോട്ടിയിൽ ഇരുത്തുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്ത് എടുക്കുക. ഓരോ വട്ടവും കുട്ടി കറക്റ്റായി പോട്ടി സീറ്റ് യൂസ് ചെയ്യുമ്പോൾ അവരെ റീഎൻഫോഴ്സ് ചെയ്യുക. പോട്ടി കറക്റ്റായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ ടോയ്ലറ്റ് സീറ്റിലേക്ക് അവരെ മാറ്റാം. അത് അവർക്ക് കുറച്ചും കൂടെ സേഫ് ഫീൽ കൊടുക്കുകയും കോൺഫിഡന്റ് ആക്കുകയും ചെയ്യും. പകൽ പോട്ടി ട്രെയിൻഡ് ആയി കഴിഞ്ഞാൽ പതുക്കെ നൈറ്റ് ടൈം പോട്ടി ട്രെയിനിങ്ങിലേക്ക് മൂവ് ചെയ്യാം. കിടക്കുന്നതിന് മുന്നേ മൂത്രം ഒഴിപ്പിക്കുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് നമ്മൾ അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോകേണ്ടി വരും. പതുക്കെ പതുക്കെ അങ്ങനെ അവർ നൈറ്റിൽ മൂത്രം ഒഴിക്കാതെ ഇരിക്കാനുള്ള ഒരു ശീലം ഡെവലപ്പ് ചെയ്യും. പിന്നെ ആക്സിഡന്റ്സ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഓരോ വട്ടവും കുട്ടി കിടക്ക നനയ്ക്കാതിരിക്കുമ്പോൾ അവരെ റീഇൻഫോഴ്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ലാംഗ്വേജ് ഡിലേയോ ഡിസബിലിറ്റിയോ ഉള്ള ഒരു കുട്ടിയെ പോട്ടി ട്രെയിൻ ചെയ്യിക്കുന്നത് കുറച്ചും കൂടെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഉറപ്പായും പ്രൊഫഷണൽസിന്റെ ഹെൽപ്പും കൂടി നിങ്ങൾ തേടണം.